ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഓവനില്ലാതെ ഈസി ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. ആദ്യം തന്നെ നമുക്ക് ഈ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡാണ്. ഇതിൻ്റെ സെൻറ്ററിൽ മാത്രം ഒന്ന് ഓയിലിട്ടിട്ടൊന്ന് ഗ്രീസ് ചെയ്താൽ മതി. സൈഡിലൊന്ന് ഗ്രീസ് ചെയ്താൽ നമ്മുടെ കേക്ക് ക്രിസ്പി ആയി പോവും. ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ സെൻറ്ററിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ അരക്കപ്പ് മൈദയിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 തവണയെങ്കിലും ഒന്ന് അരച്ചെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ചെറിയ സ്പീഡിലിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യുക. ഓവർ മിക്സ് ആവരുത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ടിന്നിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനൊരു 10 മിനിറ്റ് കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിനും. ഇനി ഈ ടിന്ന് നമുക്ക് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. നമ്മുടെ കേക്ക് 40 to 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ സൈഡിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്ക്. കേക്ക് ചൂടാറിയതിന് ശേഷം ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു 3 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കുറച്ചൊരു വൈറ്റ് ചോക്ലേറ്റും ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ വെറ്റ് ചെയ്താൽ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഐസിങ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നട്ട്സ് ആഡ് ചെയ്താലും ടേസ്റ്റ് ആയിരിക്കും. സെക്കൻഡ് ലെയർ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ടൊന്ന് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം.
കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഞാൻ സൈഡിൽ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഗണാഷ് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഒരു അരക്കപ്പ് വൈറ്റ് ചോക്ലേറ്റിന് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. ഇതിലിപ്പം വിപ്പിംഗ് ക്രീം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് ആഡ് ചെയ്തത്. അതുകൊണ്ട് കുറച്ചൊരു ടൈറ്റാണ് ഗണാഷ്. നിങ്ങൾ ആഡ് ചെയ്യുമ്പം 1/4 കപ്പ് വിപ്പിംഗ് ക്രീം തന്നെ ആഡ് ചെയ്യുക, 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റിന്. ഈ ഗണാഷ് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ട് മുകളിലും സൈഡിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.